നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർ പ്രോസസ് പ്രോഫിറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നും പിന്നെ അതിന്റെ രണ്ട് കണക്കുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നുള്ളത്. ആസ് ഓൾറെഡി സ്റ്റേറ്റഡ്, സംടൈംസ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ട്രാൻസ്ഫർഡ് ടു സബ്സിക്വന്റ് പ്രോസസ് നോട്ട് അറ്റ് കോസ്റ്റ് ബട്ട് എ മാർക്കറ്റ് വാല്യൂ ഓർ എ കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് പ്രൊഡക്റ്റ് കൈമാറുന്നത് കോസ്റ്റിലായിരിക്കില്ല, അതിലെന്താവും സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ആൻഡ് ദ ട്രാൻസ്ഫർ പ്രൈസ് ഈസ് നോൺ ആസ് ഇന്റർ പ്രോസസ് പ്രോഫിറ്റ്. അതായത് കോസ്റ്റിലല്ലാണ്ട് അതിന്റെ എക്സസ് ആയിട്ടുള്ള എമൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എക്സസ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 3 പ്രോസസ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് വിചാരിക്കുക. അപ്പൊ 3 പ്രോസസ്സിൽ ഒന്നാമത്തെ പ്രോസസ്സിൽ നിന്ന് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കോസ്റ്റ് 2000 ആണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ രണ്ട് പ്രോസസ്സിലേക്ക് 3000 ട്രാൻസ്ഫർ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എക്സസ് വരുന്ന 1000-നെയാണ് നമ്മൾ എന്താ പറയുക ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ transferor process from transfer of output of the subsequent processes. In short, profit arising between two processes or profit within the process is called inter-process profit. So, inter-process profit എന്താണെന്നുള്ളത് നിങ്ങൾ രണ്ട് വരിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതാണ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഇന്റർ-പ്രോസസ് profit system, the output of first process after charging certain profit is transferred to second process. അതാണ് ശരി. അതായത് നമ്മൾ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്താക്കുക പ്രോഫിറ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രോസസ് 1 പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കും കോസ്റ്റിന്റെ കൂടെ ചെറിയൊരു പെർസെന്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് പ്രോസസ് 2ലേക്ക് കൈമാറും. അതിനാണ് നമ്മൾ ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ സെക്കൻഡ് പ്രോസസ് എന്താക്കും തേർഡ് പ്രോസസ്സിലേക്കും അങ്ങനെ ചെയ്യും. But in every process, there remains a certain stock which includes part of profit in the previous process. എന്താന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാ പ്രോസസ്സിലും നമ്മൾ ഔട്ട്പുട്ട് മുഴുവനായിട്ട് ഔട്ട്പുട്ട് എന്താക്കൂല അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂല. കുറച്ച് ഔട്ട്പുട്ട് എന്താക്കും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വെക്കും. സ്വാഭാവികമായിട്ടും ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തുണ്ടാവും ഈ സെർട്ടൈൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡഡ് ആവുന്ന യഥാർത്ഥത്തിൽ അല്ലാത്ത പ്രോഫിറ്റിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയാം. Okay, that's why the profit included in the closing stock is called unrealized profit. നമ്മൾ സാധാരണ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആക്കി വെക്കുന്നതിന്റെ മേലെ പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ അത്തരത്തിൽ ആഡ് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്താ പറയാ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓർത്ത് വെക്കുക, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മേലെ ഉണ്ടാവുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓർത്ത് വെച്ചോളെ. ഇനി നമ്മൾ ജസ്റ്റ് ഇതിന്റെ പ്രൊസീജിയർ നോക്കാം, സ്റ്റെപ്പ് നോക്കാം. ഇന്റർ പ്രോസസ് പ്രോഫിറ്റിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പ്രധാനമായിട്ട് 4 സ്റ്റെപ്പ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് എല്ലാ പ്രോസസ് അക്കൗണ്ടിലും 3 കോളം ഉണ്ടാവും. അതായത് ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ കോളം, കോസ്റ്റ് കോളം, പ്രോഫിറ്റ് കോളം ഉണ്ടാവും എക്സ്ട്രാ. സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് കോസ്റ്റും പിന്നെ യൂണിറ്റ് കോളം ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്പം ഇവിടെ 3 കോളം ഉണ്ടാവും, ടോട്ടൽ, കോസ്റ്റ്, പ്രോഫിറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഒക്കെ for convenience, the amount of closing stock is deducted from the debit side of the process account instead of showing its credit side. എന്താന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രോസസ് അക്കൗണ്ടിൽ എവിടെ കാണിക്കല് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കല്. പക്ഷേ നമ്മൾ ഇവിടെ ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, മൂന്നാം സ്റ്റെപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് ഷോയിങ് ക്ലോസിംഗ് സ്റ്റോക്ക് ആഫ്റ്റർ ഡിഡക്ടിങ് ഫ്രം പ്രോസസ് അക്കൗണ്ട് ഇറ്റ് ഈസ് നെസസറി ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് പ്രോഫിറ്റ് സെപ്പറേറ്റ്ലി so that they can be shown in the 3 columns. For the purpose of calculating cost of stock, we have to see that at what level the stock has been valued. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാം സ്റ്റെപ്പിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താക്കും ഡിഡക്ട് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ നമ്മൾ എന്താക്കണം കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് കോസ്റ്റ് ഡിവൈഡ് ബൈ സ്റ്റോക്ക് ഇൻറ്റു കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു സ്റ്റോക്ക്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഓഫ് കോസ്റ്റ് കോളം ബിഫോർ ക്ലോസിംഗ് സ്റ്റോക്ക്. അതുപോലെ ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഓഫ്
the total column before closing stock. Okay, നിങ്ങൾ ഓർത്ത് വെക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്, the difference between the value of closing stock and the cost of closing stock represent the profit. യഥാർത്ഥത്തിൽ കോസ്റ്റും പിന്നെ അതിന്റെ ടോട്ടൽ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ രണ്ട് തരത്തിലാണ് പ്രോഫിറ്റ് പെർസെന്റേജ് നമ്മളെ ക്വസ്റ്റിൽ തരിക. ഒന്ന് കോസ്റ്റ് പ്രൈസ് എന്ന് പറയും, രണ്ടാമത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ഓക്കെ, കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നമ്മൾ എന്താക്കണം, ഈ ഇക്വേഷൻ ഉപയോഗിക്കണം പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട്. സെല്ലിംഗ് പ്രൈസിലാണ് തരുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ, കോസ്റ്റ് പ്രൈസ് തരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ കോസ്റ്റ് ഇൻറ്റു പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 100, മറ്റേത് കോസ്റ്റ് ഇൻറ്റു പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 100 മൈനസ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്. അത് വരുന്ന രണ്ട് കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇത് നമ്മൾ ക്വസ്റ്റിലേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ കോസ്റ്റ് നല്ല രീതിയിൽ വായിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോസ്റ്റ് പ്രൈസിലാണോ സെല്ലിംഗ് പ്രൈസിലാണോ കോസ്റ്റ് തന്നിട്ടുള്ളതെന്ന് കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൽ പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. The manufacturing operation of X Limited involves three distinct processes in connection with the same unit. The output of process P is charged to process Q at a profit of 25% on cost. Process P in the process Q like output on സമയത്ത് അവിടെ നിന്നുണ്ട് 25% on cost. ഓർത്ത് വെച്ചാൽ ഓൺ കോസ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഈ കോസ്റ്റ് ഇൻറ്റു പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഇൻറ്റു 100. ഓൺ സെല്ലിംഗ് പ്രൈസ് പറയുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള കോസ്റ്റ് ഇൻറ്റു പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 100 മൈനസ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി കൂടെ വായിച്ചു നോക്കാം. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ് ക്യൂ ചാർജ് ടു പ്രോസസ് ആർ സിമിലർ ബേസിസ്. പിന്ന് ക്യൂയിലേക്ക് പോകുമ്പോഴും ക്യൂന്ന് ആറിലേക്ക് പോകുമ്പോഴൊക്കെ എന്തുണ്ട് 25% ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആക്കിയിട്ട് ദ കംപ്ലീറ്റഡ് പ്രോഡക്ട്സ് ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എ പ്രൈസ് വിച്ച് ഗിവൺ പ്രോസസ് ആർ എ പ്രോഫിറ്റ് ഓഫ് 25%. അതേപോലെ തന്നെ അവസാനം അവരെന്താക്കുന്നുണ്ട് 25% ചാർജ് ചെയ്യുന്നുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൊണ്ടുപോകുമ്പോഴും 25% പ്രോഫിറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. The following particulars prepare a process account and finished goods account. നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രോസസ് അക്കൗണ്ടും പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ടുമാണ്. ഓക്കെ, താഴെയുള്ള എക്സ്പെൻസുകളൊക്കെ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഒക്കെ ജസ്റ്റ് വായിച്ചു നോക്കാം. മെറ്റീരിയൽ 14,000, 21,000, 7,000, വേജസ് 21,000, 14,000, 28,000, ക്ലോസിംഗ് സ്റ്റോക്ക് 7,000, 14,000, 21,000. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാര്യം പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അമൗണ്ട്സ് 14,000. ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 14,000 ആണ്. പിന്നെ റിമൈനിങ് ഗുഡ്സ് വെർ സോൾഡ് ഫോർ റുപ്പീസ് 1,26,000. ബാക്കിയുള്ള ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുന്ന എത്രയാണ്? 1,26,000 ഓക്കെ. ഷോ ഓൾസോ ആക്ച്വൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് ടു ബി ടേക്കൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ശരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകേണ്ട പ്രോഫിറ്റ് എത്രയാണെന്ന് കൂടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പ്രോസസ് പി അക്കൗണ്ട് വരയ്ക്കണം. പ്രോസസ് പി അക്കൗണ്ട് വരയ്ക്കുകയാണ്. പ്രോസസ് പി അക്കൗണ്ടിൽ എന്തൊക്കെ നമ്മൾ ചാർജ് ചെയ്യും? ഫസ്റ്റില് മെറ്റീരിയൽ എഴുതി, ആദ്യം ടോട്ടൽ കോളം, കോസ്റ്റ് കോളം, പ്രോഫിറ്റ് കോളാണ്. മെറ്റീരിയൽ 14,000, കോസ്റ്റ് 14,000, പ്രോഫിറ്റ് നില്ലാണ്. വേജസ് 21,000, കോസ്റ്റ് 21,000 ആണ്, പ്രോഫിറ്റ് നില്ലാണ്. അതുകൊണ്ട് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഇതിപ്പോ പ്രൈം കോസ്റ്റിന് എഴുതിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത് എന്താക്കണം, ആഡ് ചെയ്തിടണം. അതിൽ നിന്നാണ് നമ്മൾ എന്താക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇയറിലുള്ള ഫസ്റ്റ് പ്രോസസ്സിൽ സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല? പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല ഫസ്റ്റില് കേട്ടോ. ആദ്യത്തെ പ്രോസസ്സിൽ പ്രോഫിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ പ്രോഫിറ്റ് പെർസെന്റേജ് ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാൽ മതി, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമ്മളത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, ഇവിടെ 25% ആണ് കോസ്റ്റ് കൊണ്ട് പ്രോഫിറ്റ് കാണും. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ 25% എങ്ങനെ കാണും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലേക്ക് വരിക. എന്തായിരുന്നു ഇക്വേഷൻ? പ്രോഫിറ്റ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു സ്റ്റോക്ക്. കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു കോസ്റ്റ്. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടിയത് നോക്കാം. പ്രോസസ് പിയിലേക്കുള്ളതാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ടേക്കൺ ഇൻ ഈച്ച് പ്രോസസ്. നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് സൈഡിലൊന്ന് എഴുതി കാണിക്കുക. പ്രോസസ് പിയിൽ എത്രയുണ്ട്? സ്റ്റോക്ക് 28,000 ആണ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. അതിന്റെ 25%, 28,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7,000 കിട്ടും. 7,000 ആണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കും, ആ 7,000 അവിടെ കാണിക്കും. പ്രോസസ് പി അക്കൗണ്ടിൽ 7,000 കാണിക്കും. അതേപോലെ തന്നെ പ്രോഫിറ്റ് എന്താക്കും, പ്രോഫിറ്റിന്റെ ടോട്ടൽ കോളത്തിലും കാണിക്കും, അതേപോലെ തന്നെ പ്രോഫിറ്റ് കോളത്തിലും കാണിക്കും.
ഓക്കെ, എങ്ങനെ 7,000 കിട്ടി എന്നുള്ളത് ഓർമ്മ വേണം. 28,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 28,000 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ കോളത്തിന്റെ 28,000 ആട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടാവുക. 28,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 അത് ചെയ്തിട്ടാണ് നമുക്ക് 7,000 കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നുമില്ല, നമ്മൾ എന്താക്കണത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് ചെയ്യുക. ഈ എമൗണ്ടുകളൊക്കെ നമ്മൾ എന്താക്കുക ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, രണ്ടും ബാലൻസ് ചെയ്യുക. അതോടുകൂടി പ്രോസസ് പി അക്കൗണ്ട് വരും. പിന്നെ നമ്മൾ പോകുന്നത് പ്രോസസ് ക്യൂ അക്കൗണ്ടിലേക്കാണ്. സാധാരണ പോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം എങ്ങോട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യും, പ്രോസസ് പി എന്നുള്ളത് ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 35,000, 28,000, 7,000. അതേപോലെ തന്നെ മെറ്റീരിയലിൽ രണ്ടും എഴുതി വെച്ചു, വേജസ് എഴുതും. ഇതൊക്കെ കോസ്റ്റിൽ തന്നിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താക്കും, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കും, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കും. നമുക്കറിയാം പ്രോസസ് 1 മാത്രമാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ 13% ഓഫ് പ്രോഫിറ്റ് ഇല്ലാത്തത്. പക്ഷെ പ്രോസസ് 2 മുതൽ എന്തുണ്ടാവും, പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് എഴുതി, കോസ്റ്റിൽ തന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് 14,000 എഴുതി. ഇനി നമ്മൾ ഈ 14,000 സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷനെ യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു സ്റ്റോക്ക്. ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 63,000 ആണ്. 63,000 ഡിവൈഡഡ് ബൈ 70,000 ഇൻറ്റു 14,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 12,600 കിട്ടും. ആ 12,600 ആണ് കോസ്റ്റ് എന്ന് പറയാം. ബാക്കി എത്ര ഉണ്ടാവും, 1,400, അത് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നോക്കാം. വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, 63,000 അതായത് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 70,000 അതായത് ടോട്ടൽ ഇൻറ്റു 14,000 സ്റ്റോക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 12,600 കിട്ടും. ഇതാണ് യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. പ്രോഫിറ്റ് എത്രയായിരിക്കും അപ്പോൾ 14,000 മൈനസ് 12,600 ഈക്വൽ ടു 1,400. ആ രണ്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ആഡ് ചെയ്തു. ഓക്കെ, അതൊക്കെ കാണിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് 56,000 കിട്ടും, 50,400 കിട്ടും, 5,600 കിട്ടും. നമ്മൾ ഇതിൽ എന്ത് ആഡ് ചെയ്യണം, 25% ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. 25% ഓഫ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക, ഒന്നുമില്ല, 56,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഓക്കെ, 56,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 നോക്കുക. നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ കണ്ടോ, പ്രോസസ് ക്യൂലുള്ള പ്രോഫിറ്റ് കണ്ടോ, പ്രോഫിറ്റ് എങ്ങനെ കണ്ടത് ശ്രദ്ധിച്ച് നോക്കൂ. 56,000 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 14,000. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കുക, നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ തന്നെ പ്രോസസ് ക്യൂ അക്കൗണ്ടിലെ ടോട്ടൽ നമ്മൾ എഴുതി വെക്കും. അതേപോലെ തന്നെ നമ്മൾ എന്താക്കും, അതിന്റെ ബാക്കി മൊത്തം ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്താക്കും, പ്രോസസ് ആറിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള രീതിയിൽ എഴുതി വെക്കും. ഇനി പ്രോസസ് ആർ അക്കൗണ്ട് വരയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രോസസ് ക്യൂ എന്ന് വന്ന സാധനം നമ്മൾ ആദ്യം എഴുതി വെക്കും. പ്രോസസ് ക്യൂ എഴുതി വെച്ചു. ഓക്കെ, പിന്നെ മെറ്റീരിയൽ എഴുതി വെച്ചു, വേജസ് എഴുതി വെച്ചു, പ്രൈം കോസ്റ്റ് കണ്ടെത്തി വെച്ചു. ഓക്കെ, ഈ പ്രൈം കോസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തുണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. നമ്മൾ എങ്ങനെ കാണും, ക്ലോസിംഗ് സ്റ്റോക്ക് അതിന് ടോട്ടൽ കോളത്തിൽ എഴുതും, 21,000 എന്നുള്ളത് നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് എന്താക്കും, കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 21,000 അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിലെ കോസ്റ്റിന്റെ എമൗണ്ട് കിട്ടും. എന്നിട്ട് നമ്മൾ 21,000 17,800 ഡിവൈഡ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കണ്ടോ, പ്രോസസ് ആർ അക്കൗണ്ട്, പ്രോസസ് ആർ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, 85,400 ഡിവൈഡഡ് ബൈ 1,05,000 ഇൻറ്റു 21,000. ഇത് കോസ്റ്റ് ആണ്, ഇത് ടോട്ടൽ ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്ക് 17,080 കിട്ടും. 21,000 മൈനസ് 17,080 ഈക്വൽ ടു 3,920. ഓക്കെ, അങ്ങനെ നമ്മൾ അത് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് ആരെ കാണണി, 25% ഓൺ കോസ്റ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 25% ഓൺ കോസ്റ്റ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ കാണാൻ, ഒന്നുമില്ല, ഇവിടെ 84,000 എടുക്കുക, 84,000 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 100, അപ്പൊ നമുക്ക് 21,000 കിട്ടും. നോക്കുക, നമുക്ക് വാല്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ഈച്ച് പ്രോസസ്സിൽ കണ്ടോ, പ്രോസസ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് 84,000 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 21,000. ഓക്കെ, നല്ലോണം ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഏത് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചു, പ്രോസസ് ആർ അക്കൗണ്ട് ഉണ്ടാക്കി. പ്രോസസ് ആർ എന്ന് നമ്മൾ നേരെ ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്.
അപ്പം ഈ സാധനം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ബാലൻസ് ചെയ്തു. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1,05,000, 68,320, 36,680. ഓക്കെ, അടുത്ത് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ് ആറിന് അവസാനത്തെ പ്രോസസ്സ് നമ്മൾ എന്താക്കും, നമ്മുടെ അക്കൗണ്ടിലേക്ക് ആദ്യം ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ എത്ര പൈസക്കാണ് സെയിൽ ചെയ്യുന്നത്, 1,26,000 നമ്മൾ സെയിൽ ചെയ്യും. അതും നമ്മൾ എഴുതി വെക്കുക. 1,26,000 നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ കുറച്ച് സെയിൽ ചെയ്യാണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് എത്രയാണ്, 14,000. ഈ 14,000 നമ്മുടെ കോസ്റ്റിലുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ഫിനിഷ്ഡ് സ്റ്റോക്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് കാണണം. അതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് നമ്മൾ എങ്ങനെയാ കാണുക, ഒന്നുമില്ല, കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു ഫിനിഷ്ഡ് സ്റ്റോക്ക് എത്രയാണോ അത്, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ അത്. അതായത് 68,320 ഡിവൈഡ് ബൈ 1,05,000 ഇൻറ്റു 14,000. അതോടുകൂടി നമുക്ക് അതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. ഓക്കെ, കണ്ടോ, 68,000 ഇൻറ്റു 1 lakh ഡിവൈഡ് ബൈ 1,05,000 ഇൻറ്റു 14,000 ഈക്വൽ ടു 9,109. 14,000 മൈനസ് 9,109, 4,891. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അത് കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും ഇതും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ഓർത്ത് നോക്കുക. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് കുറച്ച് പാട്. ആദ്യം നമ്മൾ ഇത് എഴുതി വെച്ചു, പ്രോസസ് ആർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടലും കോസ്റ്റും പ്രോഫിറ്റും എഴുതി വെച്ചു. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ ഒന്ന് സെയിൽസിന്റെ എമൗണ്ട് മാത്രം എഴുതി. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുക, ഇവിടെ 1,26,000 പ്ലസ് 14,000, 1,40,000 ഉണ്ട് അല്ലെ. 1,40,000 നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര ആയിട്ടുള്ളൂ, 1,05,000. അപ്പൊ അതിനർത്ഥം ബാക്കി 35,000 ഉണ്ടാവും. ആ 35,000 എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. 35,000 ഇത് എഴുതാം. നമുക്ക് ഇത് എന്നിട്ട് ഇത് എന്താക്കാം, ഇത് ബാലൻസ് ചെയ്യാം. ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു മിസ്മാച്ചിങ് ഫിഗർ വരും. അതായത് ഇവിടെ 9,109 ഉള്ളൂ, ഇവിടെ 68,320 ഉണ്ട്. അത് രണ്ടും ബാക്കി സ്ഥലത്തെങ്കിലും രണ്ട് സ്ഥലത്തിലും ബാലൻസ് ചെയ്യാം. 59,211 അതേപോലെ തന്നെ 66,789. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, പുറത്ത് വെക്കുക. ഫിനിഷ് സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇത് എഴുതുക, രണ്ടാമത് നമ്മൾ സെയിൽസ് എഴുതുക, മൂന്നാമത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക. ഓക്കെ, പിന്നെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് രണ്ടും 1,40,000 കിട്ടും, ഇത് 1,05,000 ഉള്ളൂ, ബാക്കി 35,000 പ്രോഫിറ്റ് ആയിരിക്കും. അത് നമ്മൾ കാണിച്ചു. അതിനുശേഷം നമ്മൾ എന്താക്കുക, ബാലൻസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സാധനം നമ്മൾ അതിന് മുന്നേ കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ബാലൻസ് ചെയ്യുക, സെയിൽസിന്റെ എമൗണ്ടും സെയിൽസിന്റെ കോസ്റ്റും സെയിൽസിന്റെ പ്രോഫിറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഇതിൽ മൊത്തം നോക്കിക്കണ്ട് മനസ്സിലാവും. അതേപോലെ തന്നെ 35,000 ഫിനിഷ്ഡ് സ്റ്റോക്കിൽ 35,000 എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. 1,05,000 ഔട്ട് ഓഫ് 1,40,000, ബാക്കി 35,000 ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെയുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇനി അത് എത്ര ഉണ്ട് നോക്കാം. ഫസ്റ്റത്തെ പ്രോസസ്സിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തില്ല, പ്രോഫിറ്റ് ഇല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോസസ് ക്യൂല് ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് എത്ര ഉണ്ട്, 1,400 ഉണ്ട്. അതായത് കാണിച്ചുതരാം, പ്രോസസ് ക്യൂല് ഇതാ 1,400 ആണ് പ്രോഫിറ്റ്. പ്രോസസ് ആറില് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ എത്രയുണ്ട്, 3,920. അതേപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്കിൽ എത്രയുണ്ട്, 4,891. ഇത് മൊത്തം കൂട്ടുക, 1,400 പ്ലസ് 3,920 പ്ലസ് 4,891. ഇത് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 10,211. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയും, പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10,211 ആണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഇതൊന്ന് കണ്ടു നോക്കുക. 2 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വൃത്തിയിൽ നോട്ടിൽ എഴുതി വെക്കുക. ആദ്യം തന്നെ 2 പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതാ സംശയം